ഈ പിറകിൽ കാണുന്ന വണ്ടി ഉണ്ടല്ലേ, അതായിട്ട് എൻ്റെ ബൈക്ക് ഡ്യൂക്കിൻ്റെ 250 കേട്ടോ. ഞാൻ ഈ കല്ലിൻ്റെ മണ്ണിൻ്റെ ഇങ്ങനത്തെ പണിയെടുത്തിട്ടാണ് ഇത് വാങ്ങിയത്. അപ്പോൾ ഇത് വാങ്ങിയപ്പോൾ ഒരുപാട് ആൾക്കാർ, എൻ്റെ കുടുംബക്കാർ, വീട്ടിലുള്ളവരൊക്കെ ഫുള്ള് കുറ്റം. എന്തിനാണ് ഇത്രയും പൈസേൻ്റെ വണ്ടി എടുത്തത്, എനിക്ക് ചെറിയ എന്തെങ്കിലും പൈസേൻ്റെ വണ്ടി എടുത്താൽ പോരെയെന്നൊക്കെ. പക്ഷെ വണ്ടി എല്ലാം ഓരോരുത്തർക്ക് ഓരോ ആഗ്രഹം ഉണ്ടല്ലോ. അതിപ്പോൾ ആഗ്രഹം ഉണ്ടായിട്ട് ഇങ്ങനെ മനസ്സിൽ വെച്ചിട്ട് കാര്യമില്ല. അതിന് വേണ്ടി ഞാനത് കഷ്ടപ്പെട്ടത് എപ്പോഴും കഷ്ടപ്പെട്ടുകൊണ്ട് കണ്ടില്ലേ. വലിയ നല്ല വെയിറ്റുള്ള കല്ലും ഇതൊക്കെ പേറിയിട്ട് തന്നെയാണ് ഇതിൻ്റെ അടവും കാര്യങ്ങളൊക്കെ അടയ്ക്കുന്നത്. അതുപോലെ തന്നെ അച്ഛനും അമ്മേനോട് കച്ചറുണ്ടാക്കിയിട്ട് അച്ഛനമ്മേൻ്റെ അടുത്തൊന്നും പൈസ കുത്തിപ്പിടിച്ച് വാങ്ങിയിട്ടൊന്നല്ല നമ്മൾ വണ്ടി എടുത്തത്. സ്വന്തം അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വെയിലും കൊണ്ട് കല്ലും പേറിയിട്ടാണ് ഓരോ വണ്ടിയും കാര്യങ്ങളൊക്കെ. എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ വീട്ടിലുള്ള ഒരാളോടും പൈസ ചോദിക്കില്ല. ഞാൻ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കിയ ആ പൈസ എടുത്തിട്ടാണ് ഇതൊക്കെ വാങ്ങൽ. ഇനിയും വാങ്ങും. ഇതൊക്കെ നമ്മളെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളാണ്. നമ്മളെ പണിയും കാര്യങ്ങളൊക്കെ എന്തോ ആയിക്കോട്ടെ, പക്ഷേ നമ്മളെ ആഗ്രഹങ്ങൾ ഈ പണിക്കനുസരിച്ചുള്ളതല്ല. എന്തായാലും നമ്മൾ ഇതിനെക്കാട്ടും വലിയൊരു ഐറ്റംസ് നമ്മൾ എടുക്കും. ഓക്കെ, പക്ഷേ ഇതൊക്കെ നമുക്ക് ഓരോരുത്തർ ആഗ്രഹങ്ങളാണ്. നമ്മളെ പണിയോ കാര്യങ്ങളോ എന്തായിക്കോട്ടെ, പക്ഷെ നമുക്ക് ആഗ്രഹിച്ച വാങ്ങാൻ ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ എന്ത് പണിയെടുത്തിട്ടാണെങ്കിലും നമ്മൾ വാങ്ങും. ഓക്കെ, കുറ്റം പറയുന്നവരാണ് പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലാത്തത് അങ്ങനെ എന്താണോ അതിലേക്കുള്ള വഴി ആ പണിയെടുത്തത് അങ്ങനത്തെ ഓരോ ഐറ്റംസ് വാങ്ങും. അപ്പോൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്. നമ്മൾ പണി എന്താക്കിയിട്ട് നമ്മൾ റേഞ്ച് വിട്ടൊരു കളിയുമില്ല. ഓക്കെ.